Dear students, welcome to the another session of the online class. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് IFRS കമ്പൈൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ ഫൈനൽ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അതായത് ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത് ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആയിട്ടൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചുകൊണ്ട് ഓരോ അസറ്റ്സുകളുടെയും ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആ ഒരു ഫോർമുല പറയുന്നില്ല, നമുക്ക് കാൽക്കുലേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഫോർമുല ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് അഡ്ജസ്റ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാലും ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഇല്ലസ്ട്രേഷൻ 16 മുതൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക് വരെ, ഇല്ലസ്ട്രേഷൻ 19 വരെ ഈ ഒരു 16, 17 4 ക്വസ്റ്റ്യൻ ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതായത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വെച്ചുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എക്സ്പെൻസ് ആണ്, ലോസും കൂടെയാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലോസ് ആയിട്ട് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈനസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടാതെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അസറ്റിന്റെ വാല്യൂന്മേലായിരിക്കും. അസറ്റ് എത്രയാണോ അസറ്റിന്റെ വാല്യൂന്റെ മുകളിലായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഓർ സ്ക്രാപ്പ് വാല്യൂ എന്നും പറയാം. സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദി മെഷീൻ. എത്രയാണോ നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് യൂസ്ഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഓഫ് മെഷീൻ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ഫോർമുലയിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പൊ എത്രയാണോ അസറ്റിന്റെ വാല്യൂ അതെടുക്കണം. റെസിഡ്യുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അസറ്റ് മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അതെന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാം. നമുക്ക് കിട്ടാവുന്ന വിലക്ക് അതിനെ വിൽപ്പന നടത്താം. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ റെസിഡ്യുവൽ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ മൈനസ് നമ്പർ ഓഫ് ഇയേഴ്സ് യൂസ്ഡ് ദ അസറ്റ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദ മെഷീൻ അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദി അസറ്റ്. അതാണ് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസറ്റ് എത്ര നാൾ ഉപയോഗിച്ചു, എത്ര വർഷമാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്, അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഫോർമുല എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് വാങ്ങിക്കുമ്പോൾ ഉള്ള വിലയോടൊപ്പം തന്നെ പല എക്സ്പെൻസുകളും വന്നിട്ടുണ്ടായിരിക്കും. അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന ചില ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇവിടെ ഇല്ലസ്ട്രേഷൻ 16 മുതൽ 19 വരെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 16 ആണ്. ഇല്ലസ്ട്രേഷൻ 16 ഇതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ചന്ദ്ര ലിമിറ്റഡ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഓഫ് ₹50 lakhs. The plant became operational on 1/4/2018. The company had componentized the plant as the main 80% of the cost and the component 20% of the cost as per the following details. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു അസറ്റും കമ്പോണന്റ് ആയിട്ട് വരുന്ന ഒരു അസറ്റും ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ രണ്ടിന്റെയും കോസ്റ്റ് പറയുന്നുണ്ട്, റെസിഡ്യുവൽ വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട്, എത്ര വർഷം അത് ഉപയോഗിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണത്തിന്റെയും മെയിന്റെയും കമ്പോണന്റ് 1ന്റെയും ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു കമ്പനിയുടെ ഒരു രണ്ട് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാൻ അതിന് പർച്ചേസ് ആയിട്ട് നമുക്ക് ടോട്ടൽ വന്നുള്ളത് 50 lakhs ആണ്.
അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള പ്ലാന്റിന് വന്നിട്ടുള്ളത് 40 lakhs അതിലൊരു കമ്പോണന്റിന് വന്നിട്ടുള്ളത് 10 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിന് വന്നിട്ടുള്ളതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മെയിൻ്റെ ആണ് അല്ലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മെയിൻ എന്ന് ഞാൻ ആദ്യം തന്നെ കാണിക്കുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മെയിൻ വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ എത്ര എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ മെയിൻ്റെ ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല നമ്മളിവിടെ കാണുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആണ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് യൂസ്ഡ് ഓർ ലൈഫ് ഓഫ് ദ മെഷീൻ യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ കോസ്റ്റ് ഓഫ് ദി അസറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിന് വന്ന ഇനീഷ്യൽ കോസ്റ്റ് എത്ര എന്നുള്ളത് നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിനിന് വന്നിട്ടുള്ളത് എമൗണ്ട് 40 lakhs ആണ്. 40 lakhs ടോട്ടൽ 50 lakhs ഉണ്ട്. അതില് 40 lakhs മെയിനും 10 lakhs വരുന്നത് കമ്പോണന്റിനുമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇനീഷ്യൽ കോസ്റ്റ് കഴിഞ്ഞാല് റെസിഡ്യുവൽ വാല്യൂ എത്ര എന്നുള്ളതാണ്. അപ്പൊ റെസിഡ്യുവൽ വാല്യൂവിനെ മൈനസ് ചെയ്യണം. ലെസ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. റെസിഡ്യുവൽ വാല്യൂ എമൗണ്ട് പറയുന്നത് 5 lakhs ആണ്. 5 lakhs അല്ല 5% ആണ്. അപ്പൊ 5% ഓൺ 40 lakhs ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 5% വരുമ്പോ ഓൺ 40 lakhs വരുന്നത് 4×20 നമുക്ക് എമൗണ്ട് വരുന്നത് 2 lakhs ആയിരിക്കും അതിന്റെ റെസിഡ്യുവൽ വാല്യൂ. അപ്പൊ നമുക്കത് മൈനസ് ചെയ്യുമ്പോൾ 38 lakhs കിട്ടും. 38 lakhs. നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളത് എത്ര വർഷമാണെന്നുള്ളതാണ് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നുണ്ട് 30 years ആണ്. 30 years ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഡിപ്രീസിയേഷൻ ഈക്വൽ ടു 38 lakhs ഡിവൈഡഡ് ബൈ 30 years ആണ് വരുന്നത്. ഒരു വർഷത്തിന് വരുന്നത് 1,26,667 ആണ് ഇതിന് വരുന്ന ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ്റെ ഡിപ്രീസിയേഷൻ എത്ര എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ തന്നെ ഏതിന്റെ ഡിപ്രീസിയേഷൻ കാണണം? കമ്പോണന്റ് 1ന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ ഓഫ് ദി കമ്പോണന്റ് 1. കമ്പോണന്റ് 1നും ഇനീഷ്യൽ കോസ്റ്റ് പറയുന്നുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് വരുന്നത് 1 lakh ആണ്. 1 lakh അല്ല 10 lakhs ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് 10 lakhs എന്ന് പറയുന്നുണ്ട്. ഇനി ഇനീഷ്യൽ കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് റെസിഡ്യുവൽ വാല്യൂ മൈനസ് ചെയ്യണം. റെസിഡ്യുവൽ വാല്യൂ എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 5% തന്നെയാണ്. 5% ഓൺ 10 lakhs ആണ്. 10 lakhs ആണ്. അപ്പൊ നമുക്ക് വരുന്നത് 5% ആകുമ്പോൾ 50,000 ആണ്. 50,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 9,50,000 കിട്ടും. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാണാനായിട്ട് ആവശ്യം നമ്പർ ഓഫ് ഇയേഴ്സ് യൂസ്ഡ് ആണ്. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്ര വർഷമാണ് പറയുന്നത്? 10 വർഷമാണ് പറയുന്നത്. ലൈഫ് ഓഫ് മെഷീൻ, ലൈഫ് ഓഫ് ദി കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 10 വർഷമാണ്. 10 വർഷം. സോ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു 9,50,000 divided by 10 equal to rupees 95,000. rupees 95,000 ആയിരിക്കും ഇതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനായിട്ടുള്ളത്. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസുകളാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ ഇല്ലസ്ട്രേഷൻ 17 എന്താന്നുള്ളത് നോക്കാം. ഇല്ലസ്ട്രേഷൻ 17 പറയുന്നത് ഓക്കെ, ഇല്ലസ്ട്രേഷൻ 17 പറയുന്നത് പ്രീമിയർ ലിമിറ്റഡ് സെറ്റ് അപ്പ് എ ന്യൂ ഫാക്ടറി ഇൻ ദ ബാക്ക്വേർഡ് ഏരിയ ആൻഡ് പർച്ചേസ്ഡ് പ്ലാൻ ഫോർ 500 lakhs ഫോർ ദ purpose. Purchasers were entitled to send VAT
credit of 2% along with this government has agreed to extend 30% subsidy for the backward area development. Estimated residual value at the end of the useful life is 43 lakhs and estimated useful life is 20 years. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയുന്നത് ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു മെഷീൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്വേർഡ് ഏരിയയുടെ പ്രൊമോഷന് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ ആകുമ്പോൾ അവിടെ സബ്സിഡീസുകൾ അതുപോലെ തന്നെ ചില ക്രെഡിറ്റ് പെർസെൻറ്റേജുകളൊക്കെ എന്തുണ്ടായിരിക്കും, ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ പർച്ചേസ് പ്രൈസിൽ നിന്ന് അതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതായത് നമ്മളൊരു മെഷീനറി വാങ്ങിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അപ്പൊ മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാക്ക്വേർഡ് ഏരിയയിലായി ചെയ്യുന്നത് കൊണ്ട് ചില സബ്സിഡീസുകൾ അതുപോലെ തന്നെ ചില ക്രെഡിറ്റ് അലവൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയെന്ന് കാണുമ്പോൾ ഈ പറയുന്ന സബ്സിഡിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് അങ്ങനെ പറയുന്ന ഡിസ്കൗണ്ടുകളൊക്കെ മൈനസ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് ആയിരിക്കും അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ളൊരു ഏരിയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഇതിന്റെ റെസിഡ്വൽ വാല്യൂ പറയുന്നുണ്ട് 43 lakhs ആണ്. ഈ ഒരു അസറ്റ് പ്ലാന്റ് നമ്മൾ എത്ര വർഷം ഉപയോഗിച്ചിട്ടുണ്ട്, 20 years യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ട് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് പ്ലാന്റ്, എമൗണ്ട് ഓഫ് ഫോർ ദി ഡിപ്രീസിയേഷൻ. ഈ പ്ലാന്റിന് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതേണ്ടത് ഇല്ലസ്ട്രേഷൻ 17 ആണ് ക്വസ്റ്റ്യൻ. ഇല്ലസ്ട്രേഷൻ 17 പേജ് നമ്പർ 271 വരുന്നതാണ്. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് റെസിഡ്വൽ വാല്യൂ divided by life of the asset, life of the asset. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. എത്രയാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളപ്പോൾ നോക്കുക. കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അസറ്റ് വാങ്ങിക്കുമ്പോൾ വന്നിട്ടൊരു പ്രൈസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം ഇവിടെ എന്ത് ചെയ്തു, പർച്ചേസ് പ്രൈസ് എത്ര എന്നുള്ളത് കാണിക്കാണ്. പർച്ചേസ് പ്രൈസ് എത്ര എന്നുള്ളത് പറയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 500 lakhs ആണ്. അപ്പൊ എമൗണ്ട് എഴുതുമ്പോഴും ഞാൻ ഇവിടെ എമൗണ്ട് കോളത്തില് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്താണ്, റുപ്പീസ് ഇൻ ലാക്സ് ആണ്, റുപ്പീസ് ഇൻ ലാക്സ്. നമുക്ക് സീറോസുകള് കുറച്ചാൽ മതി. ആ എത്ര എമൗണ്ട് ആണെന്നുള്ളത് ജസ്റ്റ് ഈ 500 കാണിച്ചാൽ മതി. അപ്പൊ അതിന്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 lakhs ആണ്. 500 എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ പർച്ചേസ് പ്രൈസ് ഇത് ഇനി ശരിക്കുള്ള കോസ്റ്റ് ഓഫ് ദി അസറ്റ് അല്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് അല്ല. കാരണം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ക്രെഡിറ്റ് അലവൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സബ്സിഡീസുകളുണ്ട്. അപ്പൊ അത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും അതിന്റെ കോസ്റ്റ്, ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇതിൽ വരുന്ന സെൻവാറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് ബാക്ക്വേർഡ് ഏരിയകൾക്ക് നൽകുന്ന ചില അലവൻസുകളാണ്. അപ്പോൾ സെൻവാറ്റ് ക്രെഡിറ്റ് 2% ആണ് പറയുന്നത്. സെൻവാറ്റ് ക്രെഡിറ്റ് 2% ആണ്. ഓക്കെ, അപ്പൊ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 lakhsന്റെ 2% ആണ് ഉദ്ദേശിക്കുന്നത്. 2/100. ഓക്കെ, അപ്പൊ എത്ര ആയിരിക്കും വരുന്നത്, 10 lakhs ആണ് അതിന് വരുന്നത്. 10 lakhs. അപ്പൊ 10 lakhs കൊണ്ട് എഴുതേണ്ട, നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ളത് കാരണം അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എമൗണ്ട് വരുന്നത് 490 lakhs ആയിരിക്കും ഇനി വരുന്ന എമൗണ്ട്. ഇപ്പോഴും നമ്മളത് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയി മാറിയിട്ടില്ല. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഗവൺമെന്റ് സബ്സിഡി തന്നിട്ടുണ്ട്. അപ്പൊ ആ സബ്സിഡിയും കൂടെ ഇവിടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടും. അപ്പൊ ലെസ് ഗവൺമെന്റ് സബ്സിഡി, സബ്സിഡി വന്നിട്ടുള്ളത് എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സബ്സിഡി വരുന്നത് 30% ആണ്. സബ്സിഡി വരുന്നത് 30% ആണ്.
അപ്പൊ 30% നമ്മൾ കാണുന്നത് 490 lakhs ആണ്. 490 lakhsന്റെ 30%. 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30/100. 30/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 147 കിട്ടും. 147. ഓക്കെ, 147 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 343. ഇതാണ് ആക്ച്വലി കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്നത് പറയുന്നത്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. കാരണം നമ്മൾ ഈ പറയുന്ന സബ്സിഡീസുകളൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് ഈ പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് ആവുക. അതിന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയി. ഇനി ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന റെസിഡ്യുവൽ വാല്യൂ മൈനസ് ചെയ്യണം. ലെസ് റെസിഡ്യുവൽ വാല്യൂ. റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ്? 43 lakhs ആണ് എസ്റ്റിമേറ്റഡ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് 43 lakhs ആണ്. അപ്പൊ 300 lakhs കിട്ടി. ഓക്കെ, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ലൈഫ് ഓഫ് ദി അസറ്റ് പറയുന്നുണ്ട്. ലൈഫ് ഓഫ് ദി അസറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള ലൈഫ് 20 years ആണ്. 20 years ആണ്. 20 years. ഇപ്പൊ 20 years ആണ് നമ്മുടെ ലൈഫ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 300 divided by 20. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 300 lakhs ആണ്. അപ്പോൾ ഏകദേശം നമുക്ക് എമൗണ്ട് വരുന്നത് 15 lakhs ആയിരിക്കും ഈ പറയുന്ന ഡിപ്രീഷിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ദി അസറ്റ് കാണാനായിട്ട് നമുക്ക് നെറ്റ് എമൗണ്ട് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിനു വേണ്ടി ഈ പറയുന്ന സബ്സിഡീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. എന്നിട്ട് വേണം അതിൽ നിന്ന് റെസിഡ്യുവൽ വാല്യൂ മൈനസ് ചെയ്യാൻ. ഇങ്ങനെയും നമുക്കൊരു ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ലസ്ട്രേഷൻ 18. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇല്ലസ്ട്രേഷൻ 18 ആണ്. 18 വരുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് വിജയ് ലിമിറ്റഡ് ഈസ് കൺസ്ട്രക്ടിംഗ് എ ഫിക്സഡ് അസറ്റ് ഫോളോയിങ് ആർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ കൺസ്ട്രക്ഷൻ. മെറ്റീരിയൽ 20 lakhs, ഡയറക്ട് എക്സ്പെൻസ് 5 lakh, ടോട്ടൽ ഡയറക്ട് ലേബർ 10 lakhs, ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 16 lakhs, then estimated life of useful life 10 years. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പെൻസുകൾ പറയുന്നത്. എസ്റ്റിമേറ്റഡ് ലൈഫും ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞത് 1/10 ഓഫ് ദി ടോട്ടൽ ലേബർ വാസ് ചാർജബിൾ ടു ദി കൺസ്ട്രക്ഷൻ. ടോട്ടൽ ലേബറിന്റെ 1/10 ആണ് നമ്മുടെ കൺസ്ട്രക്ഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 5% ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഈസ് ചാർജബിൾ ടു ദി കൺസ്ട്രക്ഷൻ. ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ 5% നമ്മൾ ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നീഡഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ അസറ്റിന്റെ കോസ്റ്റ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീഷിയബിൾ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. റെസിഡ്യുവൽ വാല്യൂ 1,50,000 ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 18 ആണ് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ 18 നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ മൈനസ് അല്ല ഡിവൈഡഡ് ബൈ ലൈഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഈ കോസ്റ്റ് ഓഫ് അസറ്റ് കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് തന്നുള്ള ഡീറ്റെയിൽസിനനുസരിച്ച് കൊണ്ട് കോസ്റ്റ് ഓഫ് ദി അസറ്റ് കാണണം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്തത്. ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ എല്ലാം ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ദി അസറ്റിൽ വരും. അതായത് കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഫിക്സ്ഡ് അസറ്റ് യൂസ് ചെയ്തത്. അപ്പൊ ആ അസറ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടി എന്തെല്ലാം എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇവിടെ കൺസ്ട്രക്ഷന് വേണ്ടി വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ടുണ്ട്, നമുക്ക് ലേബർ കോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചില എക്സ്പെൻസുകൾ ഉണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ചില എക്സ്പെൻസുകൾ ഉണ്ട്,
അതും നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതൊക്കെയാണ് നോക്കുമ്പോഴാണ് നമുക്ക് എന്താവുള്ളൂ, കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആവുള്ളൂ. അപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടി അതറായിട്ട് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഈ പറയുന്ന ഫിക്സഡ് അസറ്റ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു കോസ്റ്റിൽ അതിനെ കൺസിഡർ ചെയ്തിരിക്കണം. എന്നിട്ട് വേണം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ആ പോയിന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ എല്ലാ എക്സ്പെൻസുകളും എടുക്കണം. നമുക്ക് ആദ്യം വരുന്ന എക്സ്പെൻസ് എന്താണ്? ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് എമൗണ്ട് വരുന്നത് 20 lakhs ആണ്. 20 lakhs ആണ്. ഇനി നമുക്ക് ലേബറിന്റെ ചാർജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലേബർ എത്ര എന്നുള്ളതും കൂടെ എടുക്കാം. ഡയറക്റ്റ് ലേബർ ചാർജ് ശരിക്കും വരുന്നത് 10 lakhs ആണ്. 10 lakhs ആണ്. പക്ഷെ 1/10 മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷന് വരുന്നുള്ളൂ. അപ്പൊ കൺസ്ട്രക്ഷന് വരുന്ന കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റിൽ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ടോട്ടൽ 10 lakhs വരുന്നതിന്റെ 1/10 എത്രയെന്ന് നോക്കാം. 1/10 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 lakh ആയിരിക്കും. അപ്പൊ 1 lakh ആണ് നമുക്ക് ഡയറക്റ്റ് ലേബർ ചാർജ് വന്നിട്ടുള്ളൂ. കാരണം 1/10 കൺസ്ട്രക്ഷന് വേണ്ടി ഈ ലേബറിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ലേബറിന്റെ ഈ എക്സ്പെൻസ് ആണ് കൺസ്ട്രക്ഷന് വന്നിട്ടുള്ള എക്സ്പെൻസ്. അത് മാത്രമേ ഈ കോസ്റ്റ് ഓഫ് അസറ്റിൽ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറയുന്നില്ല. 5 lakhs തന്നെയാണ്. ഇനി വരുന്നത് എണ്ണം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് 5% മാത്രമാണ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 16 lakhs ആണ്. ആ 16 lakhsന്റെ 5% ആണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷന്, ഈ ഫിക്സഡ് അസറ്റിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 80,000. കൂടാതെ മെറ്റീരിയൽ, ലേബർ വരുന്ന ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ്, ഇത് കൂടാതെ ഇതിന് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 20,000. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് എന്താവുള്ളൂ, ഈ അസറ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 27 lakhs ആണ്. 20 lakhs, then 1 lakhs, 5 lakhs, ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ 1 lakh, 27 lakhs ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഈക്വൽ ടു, നമ്മൾ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കോസ്റ്റ് ഓഫ് ദി അസറ്റ് 27 lakhs മൈനസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിന്റെ റെസിഡ്യുവൽ വാല്യൂ തന്നിട്ടുണ്ട്. റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1,50,000 ആണ്. 1,50,000 ഡിവൈഡഡ് ബൈ, നമുക്ക് ഇതിന്റെ ലൈഫ് ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10 years ആണ്. 10 years അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീഷിയബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് 2,55,000 ആയിരിക്കും. 2,55,000 ആണ് നമുക്ക് ഈ അസറ്റിന്റെ ഡിപ്രീഷിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ആദ്യം അസറ്റിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അസറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന എല്ലാ എക്സ്പെൻസുകളും കൂടെ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? കോസ്റ്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിലുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് 2,55,000. ഇത് വളരെ നേരിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/10 ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടോട്ടൽ ലേബറിന്റെ 1/10 ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോഴും 5% ആണ്. അപ്പോൾ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ 5% മാത്രമേ ഇവിടെ എടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് നമ്മളിവിടെ കാണുന്ന 80,000 എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും.
ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇല്ലസ്ട്രേഷൻ 19 ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനും കൂടെ എങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഇല്ലസ്ട്രേഷൻ 19 ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Pavitra Limited purchased a plan at a cost of rupees 50 lakhs on 1st April 2018 and incurred the following expenses. അതായത് 50 lakhs rupeesന്റെ ഒരു പ്ലാൻ എസ്റ്റാബ്ലിഷ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് വന്ന കോസ്റ്റ് ആണ് പറയുന്നത്. താഴെ പറയുന്ന ചില എക്സ്പെൻസുകൾ കൂടെയുണ്ട്. GST വന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇൻസ്റ്റലേഷൻ ചാർജ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അഡീഷണൽ കോസ്റ്റ് ഫോർ മേക്കിംഗ് ദ പ്ലാന്റ് ഓപ്പറേഷണൽ. ഇതൊക്കെ അതിന് വന്നിട്ടുള്ള ചാർജുകളാണ്, എക്സ്പെൻസുകളാണ്. കൂടാതെ പറയുന്ന മറ്റു ഡീറ്റെയിൽസുകൾ ഇതൊക്കെയാണ്. ഇനീഷ്യൽ ലോസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഡ്യൂ ടു ലോവർ പ്രൊഡക്ഷൻ ഈസ് എസ്റ്റിമേറ്റഡ് at rupees 20,000. The useful life of the plant is rupees 10 years and the expected residual value rupees 80,000. The estimated dismantling cost is 70,000. Okay, അപ്പോൾ ഈ രണ്ട് ഡീറ്റെയിൽസും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പ്രൊഡക്ഷന് ലോ ആയതുകൊണ്ട് ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ റെസിഡുവൽ വാല്യൂം ലൈഫ് ഓഫ് ദി പ്ലാന്റും തന്നിട്ടുണ്ട്. ഡിസ്മാൻഡ്ലിംഗ് ആയിട്ട് വരുന്ന കോസ്റ്റ് എത്ര എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ഇറ്റ് ടുക്സ് 4 months for the installation and the plant became operational on 1st September 2018. 2018ലാണ് ഈ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇൻസ്റ്റലേഷന് വേണ്ടി 4 months വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2018-19 വരുന്ന ഡിപ്രീസിയേഷൻ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടു ഇല്ലസ്ട്രേഷൻ 19 ആണ്. ഇല്ലസ്ട്രേഷൻ 19 ഇതിൽ ചില ഡീറ്റെയിൽസുകൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് കൊടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് റെസിഡുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി അസറ്റ്. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഫോർമുല ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അസറ്റിന്റെ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നെ എന്നെ പറയണം പർച്ചേസ് പ്രൈസ് എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയാണ്, 50 lakhs. പർച്ചേസ് പ്രൈസ് ഓഫ് ദി പ്ലാന്റ് എമൗണ്ട് വരുന്നത് 50 lakhs ആണ്. 50 lakhs മാത്രമല്ല, ഇതിനോട് കൂടെ നമുക്ക് കുറെ ചാർജുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചാർജുകളാണ് വന്നിട്ടുള്ളത്? GST വന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇൻസ്റ്റലേഷൻ ചാർജ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം ചാർജുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർന്നതാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടുള്ള GST, ഇത് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളൊരു അതിന്റെ വില എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള GST കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെയും ഈ പ്ലാനിന് പർച്ചേസ് പ്രൈസ് 50 lakhs ആണെന്നുണ്ടെങ്കിൽ കൂടാതെ GST കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഇവിടെ ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് GST. ആദ്യം നമ്മൾ GST ആണ് പറയുന്നത്. GST എമൗണ്ട് തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദി റേറ്റ് ഓഫ് 77% ആണ്. നമ്മൾ 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 lakhsന്റെ 7% 3,50,000 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3,50,000 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. GST തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് അതിന് വേണ്ടി വന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എമൗണ്ട് വരുന്നത് 2,70,000 ആണ്. 2,70,000. ഇനി നമുക്ക് ഈ പ്ലാന്റ് കൊണ്ടുവന്നത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ചാർജ് ആണ് ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇൻസ്റ്റലേഷൻ ചാർജ് വന്നിട്ടുള്ളത് 70,000 ആണ്. ഓക്കെ,
ഇനി നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു കോസ്റ്റിനോട് കൂടെ കൂട്ടാനായിട്ട് പറ്റില്ല. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ഈ ഒരു കോസ്റ്റ് ഓഫ് ദി അസറ്റിൽ വരുന്നത് ഡയറക്റ്റ് വരുന്ന എക്സ്പെൻസുകൾ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. അതിന്റെ മെറ്റീരിയലോ ലേബർ ചാർജോ ഇൻസ്റ്റലേഷൻ ചാർജോ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ചില കോസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഫോർ മേക്കിംഗ് പ്ലാന്റ് ഓപ്പറേഷണൽ അത് എടുക്കാം. അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ എടുക്കേണ്ടതാണ്. നമ്മുടെ ഈ പ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 എമൗണ്ട് പറഞ്ഞത് 30,000 ഇത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുമ്പോൾ നമ്മളോട് ഇതിൽ പറഞ്ഞത് ഇനീഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. ലോവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് 20,000. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ ലോസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അസറ്റ് കാണാനായിട്ട് ആ ലോസിന് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അതൊക്കെ പ്രൊഡക്ഷൻ ഈ പ്ലാന്റിലൂടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷന്റെ ലോസ് ആണ്. അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എടുക്കേണ്ടത് എക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന റെസിഡ്യുവൽ വാല്യൂ എടുക്കണം. അത് നമ്മൾ ഇവിടെ എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ദ എസ്റ്റിമേറ്റ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് അത് എവിടെ നമ്മൾ ഈ കോസ്റ്റിനോട് കൂടെ എടുക്കണം. എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്. ഡിസ്മാൻഡ്ലിംഗിന് വരുന്ന കോസ്റ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 70,000. ഇനി നമുക്ക് പറയുന്നത് ഈ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 4 മാസം വന്നിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്ലാന്റ് നമുക്ക് ഉപയോഗത്തിൽ വന്നത് അത് പ്രവർത്തനം തുടങ്ങിയത് സെപ്റ്റംബറിലാണ് വന്നിട്ടുള്ളത്. 1 സെപ്റ്റംബർ 2018. അപ്പൊ 2018-19 ഡിപ്രീസിയേഷൻ ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 19 എന്ന് പറയുമ്പോൾ നമുക്ക് അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഇപ്പോ തൽക്കാലം കോസ്റ്റ് ഓഫ് ദി അസറ്റ് കാണാനുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആണ്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള GST, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ, അഡീഷണൽ കോസ്റ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ, എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയി. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയി. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 57,90,000 ആണ്. 57,90,000. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ദാറ്റ് ഈസ് 57,90,000 മൈനസ് റെസിഡ്യുവൽ വാല്യൂ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. റെസിഡ്യുവൽ വാല്യൂ 80,000 ആണ്. 80,000. ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ലൈഫ് വന്നിട്ടുള്ളത് 10 years ആണ്. 10 years അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത് എത്ര എന്നുള്ളതാണ് പറയുന്നത്. എമൗണ്ട് വരുന്നത് 5,71,000 ആയിരിക്കും ഒരു വർഷത്തിന് വരിക. 5,79,000 ആണ് ഫോർ 1 year വരുന്നത്. ഫോർ 1 year ഒരു വർഷത്തിന് വരുന്നത് 5,71,000 ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമ്മൾ കോസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു, റെസിഡ്യുവൽ വാല്യൂ മൈനസ് ചെയ്തു, അതിന്റെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തേക്ക് വേണ്ട ഡിപ്രീസിയേഷൻ ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇത് സെപ്റ്റംബർ 1 മുതലാണ് ഈ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സെപ്റ്റംബർ 1 മുതലുള്ള കാലത്തില് 2018-19 എത്ര ഡിപ്രീസിയേഷൻ വരും എന്നുള്ളതും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പോ 2018-19 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു വർഷത്തിനാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത് 5,71,000 വന്നത്. അപ്പൊ 2018 സെപ്റ്റംബർ 1 മുതലാണ് നമുക്ക് ഇത് തുടങ്ങുന്നത് അല്ലെ. അത് മുതല് നമുക്ക് എത്ര വരെ ഉണ്ട്, മാർച്ച് 31, 2019 വരെ നമുക്ക് ഈ പറഞ്ഞ കാലം 2018-19 ഈ പറഞ്ഞ അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ യൂസേജ് കാലഘട്ടത്തിന്റെ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷത്തിന് നമുക്ക് വന്നിട്ടുള്ളത് 1 ഇയറിന് വന്നിട്ടുള്ളത്
5,71,000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ സെപ്റ്റംബർ മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടമാണ് 2018-19 ഈ അസറ്റിന്റെ യൂസേജ്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നമുക്ക് എത്ര പീരീഡ് ഉണ്ടാവും? ഏകദേശം 7 മാസത്തോളം ഉണ്ടാവും. അപ്പൊ നമ്മൾ 7 മാസത്തത് കാണാനായിട്ട് ഡിപ്രീസിയേഷൻ ഫോർ 7 മന്ത് അടുത്തതിൽ ചെയ്യുക. ഡിപ്രീസിയേഷൻ ഫോർ 7 മന്ത്സ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വർഷത്തിന് 5,71,000 ആണ്. അപ്പോ 5,71,000 ഇൻറ്റു ഒരു വർഷത്തില് 7 മന്ത്സ് ആവുമ്പോ 7/12. ഒരു വർഷത്തില് 7 മന്ത്സിന് കാണാനായിട്ട് 7/12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 3,33,083. ഇതായിരിക്കും നമുക്ക് 7 മാസത്തിലേക്ക് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെപ്റ്റംബർ മുതൽ മാർച്ച് 31 വരെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ പീരീഡിലേക്ക് മാത്രമുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് കാണണം, ഒരു വർഷത്തെ കാണണം. അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 7 മന്ത്സിന് ഒരു വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 7 മന്ത്സ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു 19th ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ കൂടെ ഒരു ഹിഡൻ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇനീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു ലോസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ ലോ ആയതുകൊണ്ട് എടുക്കുന്ന ലോസ് അത് ഇതിലെടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമുക്ക് ഓഫീസുകളിലൊക്കെ വരുന്നതാണ്. നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ എന്ത് വരുന്നില്ല? അഡ്മിനിസ്ട്രേഷൻ വരുന്നില്ല. അത് പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാന് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് വരാത്തത് കൊണ്ട് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ അതും നമുക്ക് ഈ ഒരു കോസ്റ്റ് ഓഫ് ദി അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ അത് 2 നോട്ടുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ 7 മാസത്തേക്ക് വേണ്ടി വരുന്ന ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് ഡിപ്രീസിയേഷനുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ എവിടെ പറയുന്നുണ്ട്? പേജ് നമ്പർ 279 പ്രാക്ടിക്കൽ പ്രോബ്ലം 5 പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതില് ഞാൻ ഇവിടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. പ്രാക്ടിക്കൽ പ്രോബ്ലത്തില് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ആണ്. 5 പേജ് നമ്പർ വന്നിട്ടുള്ളത് പേജ് നമ്പർ 279 പറയുന്നത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ്. Sri Limited purchased a new machinery ₹8 lakhs. It has estimated useful life of 10 years. The residual value is estimated at the rate of ₹50,000. Compute the amount of depreciation on new machinery. 8 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി പുതിയത് വാങ്ങി. അതിന്റെ റെസിഡ്യുവൽ വാല്യൂ 50,000 ആണ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 years ആണ്. നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 lakhs ആണ്. 8 lakhs മൈനസ് നമുക്ക് റെസിഡ്യുവൽ വാല്യൂ പറയുന്നത് ക്വസ്റ്റ്യനില് 50,000 ആണ്. അതിന്റെ ലൈഫ് പറയുന്നത് 10 years ആണ്. നമുക്ക് 8 lakhsൽ നിന്ന് 50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7,50,000 വരും. ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 75,000 ആയിരിക്കും അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഡിപ്രീസിയേഷനുമായി റിലേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുള്ളത് ഇതിന്റെ CDT കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എങ്ങനെയാണെന്നുള്ളതാണ് ചെയ്യാനുള്ളത്. CDT എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ടാക്സിന്റെ റേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ട് പ്രകാരം നമുക്ക് കൊടുക്കേണ്ട റേറ്റ് 17.472 ആണ്.
17.472% ആണ് ഏകദേശം നമ്മൾ ഒരു കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് നൽകേണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിവിഡൻഡ് ഇത്ര ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എത്ര എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ലസ്ട്രേഷൻ 20 പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ആൻസർ ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 20 ആണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇല്ലസ്ട്രേഷൻ 20 പറയുന്നത് എ കമ്പനി ഡിക്ലയർഡ് എ ഡിവിഡൻഡ് ഓഫ് 12% ഓൺ ഇറ്റ്സ് paid up share capital of rupees 5,60,000 for the year ending 31st March 2019. Compute the amount of corporate dividend tax payable on dividend. ഇവിടെ പറയുന്നത് 12% 5,60,000 rupees paid up capitalന്റെ മുകളിൽ ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്തു എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡീറ്റെയിൽസ് ഇത്രയാണ്. 12% ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,60,000 ആണ്. 5,60,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് എത്ര എമൗണ്ട് ആയിരിക്കും CDT ആയിട്ട് നൽകിയിട്ടുണ്ടാവുക. അപ്പൊ CDT കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിയമാനുസൃതം 17.472% ആണ് നൽകേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ 5,60,60,000 മുകളിൽ ഈ പറയുന്ന CDT കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു ഡിവിഡൻഡ് പെയ്ഡ്, ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിവിഡൻഡ് പെയ്ഡ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.472 ഡിവൈഡഡ് ബൈ 100 മൈനസ് 17.472 ഇൻറ്റു ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,60,000. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് CDT ആയിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 12% ആണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ 12% CDT ആയിട്ടുള്ളത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റലിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഡിവിഡൻഡിന്റെ റേറ്റ് ആണ് പറയുന്നത്. പക്ഷെ നമ്മളോട് CDT കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ CDT എന്ന് പറയുന്നത് നിയമാനുസൃതം ടാക്സ് ആയിട്ട് നൽകേണ്ട എമൗണ്ട് ആണ്. അപ്പൊ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 17.472 മുകളിലാണ്. അപ്പൊ എത്ര CDT ഉണ്ടെന്ന് കാണാനായിട്ട് ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടാക്സ് റേറ്റ് മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു ഡിവിഡൻഡ് പെയ്ഡ്. ഇപ്പൊ എമൗണ്ട് നമുക്ക് വരുന്നത് 1 lakh ആണ്. 1,18,558 ഇതായിരിക്കും നമുക്ക് വരുന്ന എമൗണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ടാക്സ് റേറ്റ് കാണാനുള്ള ഫോർമുല ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ടാക്സ് റേറ്റ്. CDTയുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ഇല്ലസ്ട്രേഷൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ആ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിൽ വരുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അത് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് എന്താണുള്ളത് പറയാം. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 6. പേജ് നമ്പർ വരുന്നത് 279 തന്നെയാണ്. അപ്പൊ അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ കമ്പനി ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് ഓഫ് 10% ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് rupees 25 lakhs. കമ്പ്യൂട്ട് ദ CDT. അവിടെ CDT കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. CDT കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ഇത് 17.472 ആണ്. അപ്പൊ 17.472 ഡിവൈഡഡ് ബൈ 100 മൈനസ് 17.472 ഇൻറ്റു ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 25 lakhs ആണ്. 25 lakhs ആണ് ഈക്വൽ ടു
നമുക്ക് വരുന്നത് 5,29,000 സംതിങ് ആണ്. 5,29,000 ടു പോയിന്റ് നമുക്ക് അങ്ങനെ വരുന്ന ഒരു ഫിഗർ ആയിരിക്കും വരുന്നത്. അത് എത്ര എന്നുള്ളത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഫോർമുല മനസ്സിലായിട്ടുണ്ടായിരിക്കും. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ലീഗലി ആയിട്ടുള്ളതാണ്. ഈ 17.472 നമുക്ക് വളരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പോളിസിക്ക് അനുസരിച്ച് കൊണ്ട് റേറ്റ് മാറിക്കൊണ്ടിരിക്കാം. നമ്മൾ ഈ പറയുന്ന വർഷങ്ങളിലും യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ എമൗണ്ട് റേറ്റ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ടാക്സ് റേറ്റ് കാണാന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ. അതായത് ഈ ചാപ്റ്ററിൽ CDT കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇല്ലസ്ട്രേഷൻ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് CDTയും മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, അതാണ് ഇന്നത്തെ 2 ടോപ്പിക്കുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ ഫോർമുലകളും പ്രോബ്ലംസുകളായിരുന്നു. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിലുള്ള ഇല്ലസ്ട്രേഷൻ കൂടാതെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളും എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്ഷൻ പീരീഡുകളിൽ ഡിസ്കഷന് വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇനിയും നമുക്ക് മറ്റു യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സോട് വെച്ച് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഇനി IFRSന്റെ തിയറി ടോപ്പിക്കുകളാണ് നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.